നമ്മുടെ സഹോദരന്മാർക്ക് ധാരാളം ഉദറുകൾ, ധാരാളം ന്യായങ്ങൾ, ഒഴിവ് കഴിവുകൾ നാം വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും എരിവും പുളിവും ചേർത്ത് അത് പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്. മറിച്ച് എന്റെ സഹോദരൻ അവനങ്ങനെ ചെയ്യണമെങ്കിൽ, അവനങ്ങനെ പറയണമെങ്കിൽ അവന് വല്ല ന്യായം ഉണ്ടായേക്കാം, അവന് വല്ല കാരണങ്ങളും ഉണ്ടായേക്കാം എന്ന് നാം മനസ്സിൽ കരുതുകയാണ് വേണ്ടത്. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇദാ ബലഗക അൻ അഖീക ശൈ, നിന്റെ സഹോദരനെ കുറിച്ച് മോശമായ വല്ല വാർത്തയും മോശമായ വല്ലതും നിന്നിലേക്ക് വന്നെത്തിയാൽ ഫൽതമിസ് ലഹു ഉദ്റ, നീ അവന് വല്ല ന്യായങ്ങളും വല്ല കാരണങ്ങളും നീ കണ്ടെത്തേണ്ടതുണ്ട്. ഫഇല്ലം തജിദ്, ഇനി നിനക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഫഖുൽ, നീ പറയുക ലഅല്ല ലഹു ഉദ്റ, അവന് ഞാനറിയാത്ത മറ്റു വല്ല കാരണങ്ങളും അവനുണ്ടായേക്കാം. ലാ അഅലമുഹു, എനിക്കതറിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് ന്യായങ്ങൾ കൊടുക്കണം, അവർക്ക് കാരണങ്ങൾ കണ്ടെത്തുന്ന ആളുകളാകണം നാം ഓരോരുത്തരും. അതാണ് സലഫുകൾ പറഞ്ഞതായി കാണാം, ഇൽതമിസ് ലി അഖീക 70 ഉദ്റ, നീ നിന്റെ സഹോദരന് വേണ്ടി 70ഓളം ന്യായങ്ങൾ, കാരണങ്ങൾ കണ്ടെത്തണം. അതല്ലാതെ അവനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും അത് ഉറപ്പുവരുത്താതെ വല്ല സൂചനകൾ ലഭിക്കുമ്പോഴേക്കും മനസ്സിന്റെ ഊഹത്തിൽ അങ്ങനെ അവരെ കുറിച്ച് സംസാരിക്കുകയും കഅബയേക്കാൾ പവിത്രതയുള്ള അവന്റെ അഭിമാനത്തെ പിച്ചു ചീന്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം ആരും കടന്നു ചെല്ലാൻ പാടില്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അഅഖലുൻ നാസി അഅദറുഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ അവരാരാണ്? ജനങ്ങൾക്ക് അങ്ങേയറ്റം അവർക്ക് ന്യായങ്ങൾ കണ്ടെത്തുന്ന, അവർക്ക് മാപ്പ് കൊടുക്കുന്ന, അവർക്ക് ഒഴിവ് കഴിവുകൾ കണ്ടെത്തുന്നവരാണെന്നും മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഈ ഒരു അവസ്ഥയിലേക്ക് നാം പാകപ്പെടുത്തേണ്ടതുണ്ട്. ഒരു സഹോദരനെ കുറിച്ച് കേൾക്കുമ്പോൾ അവന് വല്ല ന്യായവും ഉണ്ടായേക്കാം, അവന് വല്ല കാരണങ്ങളും ഉണ്ടായേക്കാം എന്ന് നമ്മുടെ മനസ്സിനെ നാം പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ അതത്ര സംശുദ്ധമാകും, നമ്മുടെ ബന്ധങ്ങൾ അതത്ര കെട്ടുറപ്പോടെ നിലനിൽക്കും. നാം ഓരോരുത്തരും നന്നായി ആലോചിക്കേണ്ടതുണ്ട്.